ഹരേ കൃഷ്ണ. പഞ്ചപാണ്ഡവന്മാരിൽ മൂത്തയാളായിരുന്നു യുധിഷ്ഠിരൻ. യുധിഷ്ഠിരൻ്റെ ധർമ്മബോധം വളരെ പ്രശസ്തമാണ്. അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവമഹിമ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കഥ കേട്ടാലോ? വനവാസകാലത്ത് പഞ്ചപാണ്ഡവന്മാർ വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഒരു നാൾ യുധിഷ്ഠിരന് അതികഠിനമായ ദാഹം നേരിട്ടു. അപ്പോൾ അദ്ദേഹം ഏറ്റവും ഇളയവനായ സഹദേവനെ നോക്കി പറഞ്ഞു, വത്സ സഹദേവ, നീ ഇവിടെ സമീപത്ത് എവിടെയെങ്കിലും പോയി വേഗം കുറെ വെള്ളം കൊണ്ടുവരിക. ജ്യേഷ്ഠകൽപ്പന കേട്ട മാത്രയിൽ തന്നെ സഹദേവൻ ആ വനം വഴിയെ കുറേ നടന്നു. അപ്പോൾ ഒരു തടാകം കാണുകയും ആ പൊയ്കയിലിറങ്ങി വെള്ളം കുടിച്ചിട്ട് വേഗം ജ്യേഷ്ഠനുള്ള വെള്ളവും കൂടി കൊണ്ടുപോയി കൊടുക്കാം എന്ന് കരുതി തടാകത്തിലിറങ്ങി. 2 കൈകൊണ്ടും വെള്ളം കോരിയ മാത്രയിൽ തന്നെ ആകാശത്തിൽ നിന്നും ഒരു അശരീരി കേൾക്കുകയാണ്. അതിങ്ങനെയായിരുന്നു: ഈ കുളം എൻ്റെ വകയാണ്. ഇതിലെ വെള്ളം കുടിക്കണമെങ്കിൽ എൻ്റെ 100 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അല്ലാത്ത പക്ഷം ഞാൻ അവരെ കൊല്ലും. ഇത് കേട്ടുവെങ്കിലും ദാഹത്തിൻ്റെ കാഠിന്യം കൊണ്ട് കോരിയ വെള്ളം കുടിക്കുകയും തൽക്ഷണം തന്നെ സഹദേവൻ മരിച്ചു വീഴുകയും ചെയ്തു. വളരെ നേരമായിട്ടും അനുജനെ കാണായികയാൽ യുധിഷ്ഠിരൻ നകുലനെ പറഞ്ഞയച്ചു. നകുലൻ ചെന്നപ്പോഴും മുൻപത്തെ പോലെ അശരീരി വാക്ക് കേട്ടു. അദ്ദേഹം അത് വകവയ്ക്കാതെ ദാഹത്താൽ വെള്ളം കോരി കുടിച്ചു. സഹദേവനെ പോലെ നകുലനും മരിച്ചു വീണു. 3ാമത് അർജുനനെയാണ് ധർമ്മനന്ദനൻ അയച്ചത്. അർജുനനും വെള്ളം കോരി കുടിച്ചു, മരിച്ചു വീണു. 4ാമതായി ഭീമസേനനും പോയി. ഭീമസേനൻ പോയി നോക്കിയപ്പോൾ അനുജന്മാർ 3 മരിച്ചു കിടക്കുന്നു. എന്നിട്ടും അദ്ദേഹം തൻ്റെ ദാഹം തീർക്കാൻ വേണ്ടി തടാകത്തിലേക്ക് ഇറങ്ങി. വെള്ളം കോരി കുടിച്ചു. ഉടനെ തന്നെ അദ്ദേഹവും മരിച്ചു വീഴുകയാണ്. 4 അനുജന്മാരെയും കാണായികയാൽ 5ാമത് യുധിഷ്ഠിരൻ തന്നെ എഴുന്നള്ളി തടാകതീരത്ത് പ്രവേശിച്ചു നോക്കിയപ്പോൾ തൻ്റെ പ്രിയ സഹോദരന്മാർ 4 പേരും മരിച്ചു കിടക്കുന്നു. അതും ബ്രഹ്മവിധിയാണെന്ന് സങ്കല്പിച്ചിട്ട് ദാഹത്തിൻ്റെ കാഠിന്യത്താൽ യുധിഷ്ഠിരൻ തടാകത്തിലിറങ്ങി. 2 കൈയും കൊണ്ടും വെള്ളം കോരിയ മാത്രയിൽ തന്നെ അശരീരി കേട്ടു: ഈ കുളം എൻ്റെ വകയാണ്. ഇതിലെ വെള്ളം കുടിക്കണമെങ്കിൽ എൻ്റെ 100 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അല്ലാത്തവരെ ഞാൻ കൊല്ലും. ഇത്രയും കേട്ട മാത്രയിൽ യുധിഷ്ഠിരൻ കോരിയ വെള്ളം താഴെ ഒഴിച്ചിട്ട് അശരീരി കേട്ട മേൽഭാഗത്തേക്ക് നോക്കി. അല്ലയോ ഭഗവാനെ, കുളം, കിണർ, സത്രം, ചാവടി, തണ്ണീർപ്പന്തൽ, ചുമട് താങ്ങി ഇവകൾ എൻ്റെ ആണെന്ന് ലോകത്തിൽ ആരും പറയാറില്ല. അവകൾ പൊതുസ്വത്താണ്. എന്നാലും താങ്കൾ 100 ചോദ്യങ്ങൾ ചോദിച്ചാലും എൻ്റെ അറിവിൽപ്പെട്ടതാണെങ്കിൽ ഞാൻ പറയാം. ഇത് കേട്ട മാത്രയിൽ തന്നെ ആദ്യത്തെ ചോദ്യം വന്നു: ലോകത്തിൽ ഏറ്റവും ആശ്ചര്യം എന്താണ്? അപ്പോൾ യുധിഷ്ഠിരൻ മറുപടിയായി പറഞ്ഞു: തൻ്റെ ചുറ്റുപാടും ഓരോരുത്തർ സദാ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഈ കാലങ്ങളിൽ തനിക്ക് മരണം സംഭവിക്കുകയില്ല എന്ന വിചാരത്തോടെ മനുഷ്യർ ജീവിച്ചിരിക്കുന്നതാണ് ഏറ്റവും ആശ്ചര്യം. അടുത്തതായി വന്ന ചോദ്യം ലോകത്തിൽ ഏറ്റവും നല്ല വഴി ഏതാണ് എന്നായിരുന്നു. അപ്പോൾ ഉത്തരമായി യുധിഷ്ഠിരൻ പറഞ്ഞു: നമ്മുടെ പൂർവികന്മാർ നടന്ന വഴിയെ നാം നടക്കുന്നതാണ് ഏറ്റവും നല്ല വഴി. അടുത്ത ചോദ്യം: ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കാത്ത ജന്തു ഏതാണ്? യുധിഷ്ഠിരൻ ഉത്തരം പറഞ്ഞു: മത്സ്യം. മത്സ്യത്തിന് കൺപോളയില്ല. എൻ്റെ ഇപ്രകാരമുള്ള 100 ചോദ്യങ്ങൾക്കും ന്യായമായ ഉത്തരമാണ് യുധിഷ്ഠിരൻ നൽകിയത്. ഇത് കേട്ട് സന്തുഷ്ടനായ ദേവൻ ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ധർമ്മനന്ദന, അങ്ങയുടെ ഉത്തരങ്ങളാൽ ഞാൻ ഏറ്റവും സന്തുഷ്ടനായിരിക്കുന്നു. അതിനാൽ മരിച്ചു കിടക്കുന്ന അനുജന്മാരിൽ ഒരാളിനെ ഞാൻ ജീവിപ്പിച്ചു തരാം. അതാരാണെന്ന് യുധിഷ്ഠിരൻ തീരുമാനിക്കണമെന്ന്. ഉടനെ തന്നെ യുധിഷ്ഠിരൻ പറയുകയാണ്: സ്വാമിൻ, അവിടത്തേക്ക് കാരുണ്യമുണ്ടെങ്കിൽ നകുലനെ ജീവിപ്പിച്ചു തന്നാലും. ഇത് കേട്ടപ്പോൾ ആ സ്വാമി, അതായത് അശരീരിയിൽ കൂടി അദ്ദേഹം പറയുകയാണ്: 10,000 ആനയുടെ ബലമുള്ള ഭീമനെയോ വില്ലാളി വീരനായ അർജുനനെയോ കേൾക്കാതെ കേവലം നകുലനെ മാത്രം ചോദിച്ചതിൻ്റെ താല്പര്യം എന്താണ്? അപ്പോൾ യുധിഷ്ഠിരൻ മറുപടി പറയുകയാണ്: സ്വാമിൻ, എൻ്റെ അമ്മയായ കുന്തിദേവിയുടെ കർമ്മം കഴിക്കാൻ മൂത്തപുത്രനായ ഞാനുണ്ട്. മാദ്രി അമ്മയുടെ കർമ്മത്തിന് അവരുടെ മൂത്തപുത്രനായ നകുലൻ വേണമെന്നുദ്ദേശിച്ചാണ് ഞാൻ അവനെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ ആവശ്യപ്പെട്ടത്. ഇത് കേട്ട മാത്രയിൽ തന്നെ
യുധിഷ്ഠിരൻ്റെ പ്രിയ പിതാവായ യമധർമ്മരാജൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ പുത്രനെ വാരിയെടുത്ത് മടിയിൽ വെച്ച് ആശ്ലേഷിച്ചിട്ട് പറഞ്ഞു, ഹേ പ്രിയപുത്ര, ഇപ്രകാരമുള്ള ആപത്ഘട്ടത്തിൽ പോലും നിന്റെ മനസ്സ് ധർമ്മമാർഗമായി കണ്ടതിനാൽ 4 അനുജന്മാരെയും ഇതാ ഉണർത്തുന്നു. സുഖമായി വനവാസം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചാലും. എന്നിട്ട് അദ്ദേഹം അപ്രത്യക്ഷനാവുകയാണ്. യുധിഷ്ഠിരൻ്റെ ധർമ്മബോധം എത്ര മഹത്തരമാണല്ലേ! ഇത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഒട്ടും അമാന്തിക്കാതെ, ഒരുപാടൊന്നും ചിന്തിക്കാതെ, ശരിക്കും ന്യായമായ കാര്യം തന്നെ അദ്ദേഹത്തിന് പറയാൻ സാധിച്ചു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ ധർമ്മബോധം തന്നെയാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കുന്നത്. ഹരേ കൃഷ്ണ.